ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LP-UP 60 ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇന്ന് പഠിക്കേണ്ട കേരള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന ടോപ്പിക്കിൽ മുൻപ് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ ആദ്യം നടന്നത് ഏതാണ്? ഇവിടെ 4 ഓപ്ഷനിൽ എല്ലാത്തിൻ്റെയും വർഷം അറിഞ്ഞാൽ മാത്രമേ ആദ്യം നടന്നത് ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. ആൻസർ ഇവിടെ മലയാളി മെമ്മോറിയൽ ആണ്. അപ്പോൾ ഓരോന്നിൻ്റെയും വർഷം നമുക്ക് നോക്കാം. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് 1891 ഈഴവ മെമ്മോറിയൽ 1896. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932. മലബാർ കലാപം നടന്നത് 1921. അപ്പോൾ ഇതിൽ ആദ്യം നടന്നത് മലയാളി മെമ്മോറിയലാണ്. തിരുവിതാംകൂറിലെ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായിട്ട് സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് GP പിള്ളയാണ്. 1028 പേരാണ് ഈ ഒരു നിവേദനത്തിൽ സൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ആദ്യം ഒപ്പിട്ടത് KP ശങ്കരമേനോനും മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആണ്. മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാണ് CV രാമൻ പിള്ള. ഇത് സമർപ്പിക്കുന്ന സമയത്തെ ദിവാനായിരുന്നു T രാമറാവു. മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂർകാർക്ക് എന്നത്. ഇത് എഴുതി തയ്യാറാക്കിയത്, ഈ ഒരു തിരുവിതാംകൂർകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് GP പിള്ളയാണ്. ഇനി ഇതിനെതിരായിട്ടാണ് എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത്. 1891 തന്നെ ജൂൺ 3 എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത്. എതിർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് E രാമയ്യരും രാമനാഥൻ റാവുവാണ്. ഇത് രണ്ടും സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. അടുത്ത ചോദ്യം, ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യത്തെ വ്യക്തി കൂടിയാണ് ഡോക്ടർ പൽപ്പു. ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ ബിരുദധാരി വേലായുധനാണ്. മെഡിക്കൽ ഡിഗ്രി എടുത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ പൽപ്പു ആണ്. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ്. അതുപോലെ അദ്ദേഹത്തിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ് ആണ്. റിട്ടി ലൂക്കോസ്. ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. 1896 സെപ്റ്റംബർ 3 ഇത് ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാനായിരുന്നു ശങ്കര സുബ്ബയ്യ. 13,176 പേരാണ് ഈഴവ മെമ്മോറിയൽ ഒപ്പിട്ടത്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1900 അത് കഴ്സൺ പ്രഭുവിനാണ് സമർപ്പിച്ചത്. അടുത്തത്, കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം നെയ്യാറ്റിൻകരയാണ്. കേരളൻ എന്ന മാസിക ആരംഭിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. 1905 കേരളൻ എന്ന മാസിക ആരംഭിച്ചത്. തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തപ്പെട്ട ആദ്യ പത്രാധിപരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. അദ്ദേഹത്തെ നാടുകടത്തിയത് 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ സമയത്തെ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു. ഈ നാടുകടത്തിയ ദിവാൻ്റെ പേരാണ് P രാജഗോപാലാചാരി. ഇനീഷ്യൽ ശ്രദ്ധിക്കുക. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ സ്ഥലം തിരുനെൽവേലിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന രാമകൃഷ്ണ പിള്ളയുടെ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. നാടുകടത്തലിന് ശേഷം രാമകൃഷ്ണ പിള്ള പത്രാധിപത്യം ഏറ്റെടുത്ത പ്രസിദ്ധീകരണമാണ് ആത്മപോഷിണി. സ്വദേശാഭിമാനി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലത്താണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ പാളയത്താണ്. ഈ ഗാന്ധിജിയെക്കുറിച്ച് ആദ്യമായിട്ട് മലയാളത്തിൽ രചന നടത്തിയ വ്യക്തിയാണ് രാമകൃഷ്ണ പിള്ള.
പത്രപ്രവർത്തനത്തിലെ മികവിന് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം സ്വദേശാഭിമാനി കേസരി പുരസ്കാരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1,00,000 രൂപയാണ് അതിൻ്റെ സമ്മാനത്തുക. സ്വദേശാഭിമാനി കേസരി പുരസ്കാരം എന്ന പേരിലാണത് അറിയപ്പെടുന്നത്. അടുത്തത്, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് ഏതാണ്? തന്നിട്ടുള്ള ഓപ്ഷനിൽ നിവർത്തന പ്രക്ഷോഭമാണ് ഉൾപ്പെടാത്തത്. ബാക്കിയെല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപമാണ്. പഴശ്ശി കലാപം, തിരുവിതാംകൂർ കലാപം, കുറിച്യർ കലാപം. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായി സംവരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം ഇതാണ്. അതേപോലെ തന്നെ PSCയുടെ രൂപീകരണത്തിന് കാരണമായതും നിവർത്തന പ്രക്ഷോഭമാണ്. 1932 ഇത് നടന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നിവർത്തണമെങ്കിൽ എന്ത് വേണം? 2 പേജെങ്കിലും ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ 2 മടക്കെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക. 32. നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് IC ചാക്കോയാണ്. ഈ നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയാണ്. അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായി കണക്കാക്കുന്നത് കേരള കേസരിയാണ്. കേരള കേസരി. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് 1935 C കേശവനാണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ് C കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം 1936 1956 ഇത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത്. അടുത്തത്, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ഏത് സമരത്തിൻ്റെ മുദ്രാവാക്യമാണ്? പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നുള്ളത് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ്. തുലാം 10 സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. തുലാം 10 സമരം എന്ന പേരിൽ അറിയപ്പെടുന്നു. സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. 1946 ഈ ഒരു സമരം നടന്നിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ സ്ഥിതി ചെയ്യുന്നത്. പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ആലപ്പുഴയാണ്. അമേരിക്കൻ മോഡൽ പരിഷ്കാരം തിരുവിതാംകൂർ ഭരണത്തിൽ ഏർപ്പെടുത്തിയ വ്യക്തി CP രാമസ്വാമി അയ്യരാണ്. ആദ്യം നടന്നത് ഏത്? ഓപ്ഷൻസ്: നിവർത്തന പ്രക്ഷോഭം, ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം. ആൻസർ വൈക്കം സത്യാഗ്രഹമാണ്. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936, വൈക്കം സത്യാഗ്രഹം നടന്നത് 1924, ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931-32 വർഷങ്ങളിലാണ്. അപ്പോൾ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ വർഷങ്ങളെല്ലാം വൃത്തിയായി പഠിച്ചു വയ്ക്കുക. ഇതുപോലെ ആദ്യം നടന്നത് ഏത്, അല്ലെങ്കിൽ അതിനെ റീഅറേഞ്ച് ചെയ്യാനായിട്ടും ചോദിക്കാം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ചത് ആര്? VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ചത് VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. 1941 ജനുവരി 26 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായത്. ഇതിൻ്റെ സ്ഥാപകർ S നീലകണ്ഠ അയ്യരും VR കൃഷ്ണൻ എഴുത്തച്ഛനുമാണ്. 1948 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം INCയിൽ ലയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിച്ചത് 1948 ഈ ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി കൊച്ചിയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രജാമണ്ഡല മന്ത്രിസഭ നിലവിൽ വന്നത് 1948 തന്നെയാണ്. കൊച്ചി കേന്ദ്രീകരിച്ച് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ അനുസരിച്ചാണ് VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്ന ഉത്തരം വരുന്നത്. ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ 1916 മലബാറിലെ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്നത് പാലക്കാട് വെച്ചാണ്. ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ 1916 മലബാറിലെ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്നത് പാലക്കാട് വെച്ചാണ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനമായിരുന്നു പാലക്കാട് വെച്ച് നടന്നത്. മലബാർ ജില്ലാ കോൺഗ്രസ്സിലെ 5 സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. 1916 പാലക്കാട് വെച്ചും അതിൻ്റെ അധ്യക്ഷൻ ആനി ബസന്റ് ആയിരുന്നു. 1917 കോഴിക്കോട് വെച്ചാണ് നടന്നത്. CP രാമസ്വാമി അയ്യരാണ് അധ്യക്ഷനായിരുന്നത്. 1918 തലശ്ശേരിയിലും 1919 വടകരയിൽ വെച്ചും 1920 മഞ്ചേരിയിൽ വെച്ചുമാണ് നടന്നിട്ടുള്ളത്. ഇതിൽ മഞ്ചേരി സമ്മേളനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം,
പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത ഒരു സമ്മേളനമായിരുന്നു 1920 മഞ്ചേരിയിൽ വെച്ച് നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനം. ഇതാണ് 5ാമത്തെ മലബാർ ജില്ലാ സമ്മേളനം. ഈ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയ വ്യക്തികളായിരുന്നു ആനി ബസന്റും അനുയായികളും. നമ്മുടെ കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത് മഞ്ചേരിയിൽ നടന്ന 5ാം കോൺഗ്രസ് ജില്ലാ സമ്മേളനമാണ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ അവസാനത്തെ സമ്മേളനം എന്ന് ചോദിച്ചാലും മഞ്ചേരി സമ്മേളനമാണ്. അടുത്തത് മലബാർ കലാപത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഇവിടെ ഞാൻ പ്രസ്താവനകൾ വായിക്കുന്നില്ല, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പം നമുക്ക് ഈ പ്രസ്താവനകൾ പഠിച്ചെടുക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു. അത് ശരിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ട കലാപമായിരുന്നു മലബാർ കലാപം. മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് നടന്നതായിരുന്നു മലബാർ കലാപം. മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ചാണ് ഈ കലാപം നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപമാണ്. ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ടു. മലബാർ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ടു. നമുക്കറിയാം മലബാർ ലഹള നടന്നത് 1921 പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം മലബാർ ലഹളയാണ്. മലബാർ ലഹളയുടെ കേന്ദ്രം തിരൂരങ്ങാടിയാണ്. ഈ ലഹളയ്ക്ക് പെട്ടെന്നുണ്ടായ കാരണം ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. മലബാർ കലാപത്തിൻ്റെ പ്രധാന നേതാക്കളാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കോയത്തങ്ങൾ, അലി മുസ്ലിയാർ. മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തം അറിയപ്പെടുന്ന പേരാണ് വാഗൺ ട്രാജഡി. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം എഴുതിയത് വില്യം ലോഗനാണ്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ പോത്തന്നൂർ സ്റ്റേഷനാണ്. ഈ ഒരു ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ്റെ പേരാണ് AR നേപ്പ് കമ്മീഷൻ. അടുത്തത് 1921 മലബാർ കലാപം ആരംഭിച്ച സ്ഥലം പൂക്കോട്ടൂരാണ്. 1921 മലബാർ കലാപം ആരംഭിച്ച സ്ഥലം പൂക്കോട്ടൂരാണ്. മലബാർ കലാപ സമയത്തെ മലബാർ കളക്ടർ ആയിരുന്ന വ്യക്തി EF തോമസ് ആണ്. EF തോമസ്. കേരളത്തിൽ പയ്യന്നൂർ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉപ്പു സത്യാഗ്രഹം. കേരളത്തിൽ പയ്യന്നൂർ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉപ്പു സത്യാഗ്രഹമാണ്. കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13 ഉപ്പു സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയത് K കേളപ്പൻ, K മാധവൻ നായർ, E മൊയ്തു മൗലവി എന്നിവരാണ്. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് K കേളപ്പൻ. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാനും P കൃഷ്ണപിള്ളയുമാണ്. പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. TR കൃഷ്ണസ്വാമി അയ്യർ. വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ളയാണ്. വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ച വ്യക്തി അംശി നാരായണ പിള്ള. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അംശി നാരായണ പിള്ള ഇത് രചിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ കേന്ദ്രങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോട് ബേപ്പൂരുമാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം പയ്യന്നൂരാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. ഉപ്പു സത്യാഗ്രഹത്തിൽ K കേളപ്പനോടൊപ്പം 32 പേരാണ് പങ്കെടുത്തിരുന്നത്. K കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മൊയ്യാരത്ത് ശങ്കരൻ. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹിയാണ് AC കുഞ്ഞിരാമൻ അടിയോടി. AC കുഞ്ഞിരാമൻ അടിയോടി. ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. K കേളപ്പൻ നയിച്ചു, അത് ശരിയാണ്. കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ
അതും ശരിയാണ്. 1930 നടന്നു. അതും ശരിയാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടർച്ചയാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം. അത് തെറ്റാണ്. രണ്ടും രണ്ടാണ്. വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നതാണ്. ഉപ്പ് സത്യാഗ്രഹം നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നടന്നിട്ടുള്ളത്. അടുത്ത ഓപ്ഷൻ വരുന്നത് 100ഓളം സ്വാതന്ത്ര്യ സമര സേനാനികളാണ് പങ്കെടുത്തത്. അതും തെറ്റാണ്. 32 പേരാണ് പങ്കെടുത്തതെന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ 1ഉം 2ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. കേളപ്പനാണ് ഉപ്പ് സത്യാഗ്രഹം നയിച്ചത്. കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ 1930 നടന്നു. കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC മറ്റു ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതിലാദ്യത്തേതാണ്, സംസ്ഥാനത്തെ ആദ്യ വനിതാ ഫുട്ബോൾ അക്കാദമി എവിടെയാണ് വരുന്നത്? എറണാകുളത്താണ്. സംസ്ഥാനത്തെ ആദ്യ വനിതാ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് എറണാകുളത്താണ്. 2022 എക്സാമിനാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി OM നമ്പ്യാരാണ്. ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി OM നമ്പ്യാരാണ്. മികച്ച കായിക പരിശീലകന് കേന്ദ്ര സർക്കാർ നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുഷ്ട ആചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. ശുചീന്ദ്രം കൈമുക്ക് എന്ന ആചാരം നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ്. ഗർഭശ്രീമാൻ ദക്ഷിണഭോജൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് സ്വാതി തിരുനാളാണ്. കുളച്ചൽ യുദ്ധം നടന്നത് മാർത്താണ്ഡവർമ്മയും ആരും തമ്മിലാണ് എന്നാണ്? ഡച്ചുകാരും തമ്മിലാണ്. കുളച്ചൽ യുദ്ധം നടന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. ഇത് പുതിയ സിലബസ് വരുന്നതിന് മുമ്പുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. തൃപ്പടി ദാനം നടത്തിയ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. തൃപ്പടി ദാനം നടത്തിയ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. ബാക്കിയുള്ള ചോദ്യം ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ സിലബസ് മാറിയപ്പോൾ ഈ ഒരു ഭാഗമൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസേ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്